യുദ്ധം ക്രൂരതയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ ബുധനാഴ്ച നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് ഫ്രാൻസിസ് പാപ്പ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഭീകരതയെ എടുത്തു പറയുകയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തത്. വളരെ പ്രത്യേകമായി യുക്രൈൻ, പാലസ്തീൻ, ഇസ്രായേൽ, മ്യാൻമർ എന്നീ രാജ്യങ്ങളെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് കർത്താവ് കരുത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. യുദ്ധം എപ്പോഴും ഒരു ക്രൂരത മാത്രമാണെന്നും യുദ്ധത്തിൽ ഏറെ കഷ്ടതകൾ സഹിക്കുന്നത് കുട്ടികളാണെന്നും പാപ്പ പറഞ്ഞു. അതിനാൽ യുദ്ധങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും സമാധാനത്തിന്റെ കൃപ കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ വിവിധ ഇടവകകളിലും മിഷനുകളിലും കൂദാശ കർമ്മങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള വിശുദ്ധ തൈലത്തിന്റെ കൂദാശ കർമ്മം കത്തീഡ്രൽ ദേവാലയമായ പ്രിസ്റ്റണിലെ സെന്റ് ആൽഫോൺസ കത്തീഡ്രലിൽ നടത്തി. രൂപതയുടെ ആധ്യാത്മിക ശുശ്രൂഷയിലെ അതിപ്രധാനമാണ് അഭിഷേക തൈല കൂദാശയെന്നും ഈ ശുശ്രൂഷയിൽ വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മായ പ്രതിനിധികളുടെയും സാന്നിധ്യത്തോടെ രൂപത കുടുംബം മുഴുവൻ സന്നിഹിതമാണെന്നും വിശുദ്ധ കുർബാന മധ്യയുള്ള വചന സന്ദേശത്തിൽ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രിക്കൽ പറഞ്ഞു. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും വിശുദ്ധിയെ ലക്ഷ്യമാക്കിയാകണം നമ്മുടെ പ്രയാണം. ഈ ആധ്യാത്മിക നിയോഗത്തിൽ നിന്നും പിന്തിരിയാനുള്ള സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ നമ്മൾ കരുത്തുള്ളവരാകണമെന്നും രൂപത അംഗങ്ങൾ സഭാഗാത്രത്തിന്റെ ഏകനാവായി വർത്തിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ക്രൈസ്തവർക്ക് നേരെ നടന്ന ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദ ജില്ലയിലെ മുജാഹിദ് കോളനിയിൽ നിന്ന് പലായനം ചെയ്ത ക്രൈസ്തവർ മടങ്ങിയെത്തി. മതനിന്ദ ആരോപിച്ച് മെയ് 25-നാണ് കോളനിയിലെ ക്രൈസ്തവർക്ക് നേരെ ഇസ്ലാം മതവിശ്വാസികൾ ആക്രമണം നടത്തിയത്. മെയ് 25-ന് 74-കാരനായ നസീർ മസിഹ് എന്ന ക്രിസ്ത്യാനിയെ മതനിന്ദ ആരോപിച്ച് ഒരു ജനക്കൂട്ടം ആക്രമിച്ചതിനെ തുടർന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഭൂരിഭാഗം കത്തോലിക്കരും കോളനി വിട്ടുപോയിരുന്നു. 200-ലധികം കുടുംബങ്ങളായിരുന്നു ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോൾ സമാധാനപരമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗിസാർ ഹയാത്ത് അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ മടങ്ങിയെത്തിയത്. മികച്ച ആരോഗ്യം എന്നത് എല്ലാവരുടെയും അവകാശമാണെന്ന് ചൂണ്ടിക്കാട്ടി അപ്പസ്തോലിക ന്യൂൻഷോയും ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം പ്രതിനിധിയുമായ ആർച്ച് ബിഷപ്പ് എത്തോർ ബാലസ്ട്രോ 77ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ജീവിതത്തിന്റെ പവിത്രതയിലൂടെയും ഓരോ മനുഷ്യരുടെയും അനിഷേധ്യമായ അന്തസ്സിന്റെയും അടിസ്ഥാനത്തിൽ ഒരു പരിചരണ സംസ്കാരം സാക്ഷാത്കരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ബസ് യാത്രയ്ക്കിടെ യുവതി പ്രസവിച്ച സംഭവത്തിൽ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിച്ച KSRTCയെയും അമല ആശുപത്രിയെയും അനുമോദിച്ചു. അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അമ്മയുടെ പ്രസവത്തിന് സുഖകരമായ സാഹചര്യമൊരുക്കിയ KSRTC ഡ്രൈവർ, കണ്ടക്ടർ എന്നിവരെയും ഫോൺ മെസ്സേജിലൂടെ അറിഞ്ഞയുടനെ ഉചിതമായ അടിയന്തര നടപടികൾ സ്വീകരിച്ച് അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ച തൃശൂർ അമല ആശുപത്രിയുടെ മാനേജ്മെന്റിനെയും സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പോസ്തലേറ്റ് സെക്രട്ടറി സാബു ജോസ് അനുമോദിച്ചു. ഈ ബസ്സിലെ ജീവനക്കാരും ആശുപത്രിയിലെ ഡോക്ടർമാർ, നഴ്സുമാരും അനുമോദനങ്ങൾ അർഹിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലയിലെ തിരുനാവായ സ്വദേശിയായ ഗർഭിണി KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് 5ാമത്തെ പ്രസവം ബസ്സിൽ വെച്ച് നടന്നത്.